സേനാപതി വേണു നോക്കൂ, ഇപ്പോൾ KSEB എന്ന സ്ഥാപനം അത് പലതരത്തിലുള്ള ഗൈഡ് ലൈൻസ് പ്രകാരവും പലതരം പ്രോട്ടോകോൾ പ്രകാരവും പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്, ഒരു സ്വതന്ത്ര കമ്പനിയാണ്. അവിടെ വൈദ്യുതി വകുപ്പ് എന്ന ഒരു വകുപ്പ് മന്ത്രിയുടെ നയപരമായ റോൾ എത്രത്തോളമാണ്? കാരണം KSEB ആണ് എല്ലാം തീരുമാനിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, നടപ്പാക്കുന്നതെല്ലാം. ഒരു മന്ത്രിയുടെ റോൾ എന്താണ്? ഇനി നിങ്ങളെങ്ങാനും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിലെന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോവുക ഈ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും കാര്യത്തിൽ? അല്ല, ഇവിടെ ഇവിടെ ഒരു കാര്യം ഇപ്പം ശ്രീ നന്ദകുമാർ സാർ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ചർച്ച അതൊരു പോസിറ്റീവായ ചർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാരിന് മുകളിലോ മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ മുകളിൽ പ്രവർത്തിക്കുന്ന ഒന്നായി മാറരുത്. അങ്ങനെ മാറിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ കരാറുകൾ റദ്ദാക്കുന്ന കാര്യങ്ങൾ ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ അറിവിലുള്ള ഒരു കാര്യം, ഇതിന്റെ ഒരു മിസ്മാനേജ്മെന്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലാണ് പള്ളിവാസൽ പ്രോജക്റ്റ്, അതിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞ ഏതാണ്ട് ഒരു 15-20 ദിവസം മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിന്റെ വൈദ്യുതി ഉൽപാദനം അത് എന്താ പറഞ്ഞ അതിന്റെ ഇൻടേക്കോ സാങ്കേതികമായ പദമാണ്, അതിന്റെ തകരാറ് മൂലം ഇപ്പോൾ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ രണ്ടാം ഘട്ട ഉൽപാദനം തുടങ്ങിയപ്പം ഒന്നാം ഘട്ടത്തിലുള്ള പഴയ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എന്താ ഇതിന്റെ പ്രയോജനം ആളുകൾക്ക് കിട്ടുന്നത്? ഇനി മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി ജോസഫ് സി മാത്യുവിനും നന്ദകുമാർ സാറിനും ഒക്കെ അറിയാം, നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. 25 വർഷത്തെ കരാറ് പൂർത്തിയാക്കിയ കാർബറോണ്ടം യൂണിവേഴ്സൽ എന്ന് പറയുന്ന കമ്പനി ഇത് നിരുപാധികം ഇലക്ട്രിസിറ്റി ബോർഡിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ 140 കോടി രൂപയുടെ എന്താ പറഞ്ഞ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ 50 പൈസയോ 70 പൈസയോ നിരക്കിൽ വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന പ്രോജക്റ്റ് ആയിരുന്നു അത്. ആ മണിയാർ പ്രോജക്റ്റ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുത്തില്ല? ഇപ്പോഴും അവരുടെ കയ്യിൽ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യേണ്ട നയപരമായിട്ടുള്ള പല കാര്യങ്ങളും. ഇപ്പൊ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി അടിമാലിയിൽ അത് കമ്മീഷൻ കഴിഞ്ഞു, പക്ഷേ അതിന്റെ ഉൽപാദനം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 268 കോടിയുടെ അടങ്കൽ തുകയിൽ തുടങ്ങിയത് അത് പല കാരണങ്ങളാൽ നീണ്ട് എനിക്ക് തോന്നുന്നത് 1200 കോടിയിലധികം എത്തി എന്നുള്ളതാണ്. ഇതെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഇതിന്റെ എല്ലാം ബാധ്യത ആരുടെ മേലേക്കാണ് വരുന്നത്? ജനങ്ങളുടെ മേലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു മന്ത്രിയും മന്ത്രിസഭയും ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ചർച്ചകൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ പീരിയോഡിക്കൽ ഓഡിറ്റുകൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് ഈ പദ്ധതികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പല പദ്ധതികളും പകുതി വഴിയിൽ നിന്നു പോകുന്നു? ഇതിന്റെയൊക്കെ കാരണം, ഇതിന് ഉദ്ദേശിച്ചിരിക്കുന്ന അടങ്കൽ തുകയിൽ 10-20 ഇരട്ടി കോടി രൂപ ഇതിന് ചെലവായി വരുന്നത്, ഈ ചെലവെല്ലാം പൊതുഖജനാവിൽ നിന്നും ജനങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്നു എന്നുള്ളത് കൊണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പള്ളിവാസൽ പ്രോജക്റ്റിനെ സംബന്ധിച്ച് പത്രത്തിൽ വന്നൊരു വാർത്ത, അതായത് ഈ മണ്ണ് തുരന്ന്, ഇപ്പോൾ സാങ്കേതിക വിദഗ്ധരെ മറ്റാളുകൾക്ക് കൂടുതൽ അറിയാം, പാറ തുരന്നു പോയി 2 സൈഡിൽ നിന്നും ഇതിന്റെ ടണല് പൂർത്തീകരണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ നടുക്ക് പാറയില്ലാത്ത ഭാഗം. അപ്പോ ഈ ശ്രീധരൻ, നമ്മുടെ എന്താ പറഞ്ഞ കൊങ്കൺ റെയിൽവേയുടെ പ്രോജക്റ്റ് മെട്രോ ശ്രീധരൻ, അതിന് ഒരു സ്കീം, അതായത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു യന്ത്രമുണ്ട്, അതിന് 60 കോടി രൂപ ചെലവ് വരും. ആ യന്ത്രം ഇത് തുറക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനെ ഗ്രൗട്ട് അടിച്ച് ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെയാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അപ്പൊ അന്ന് 60 കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ യന്ത്രം കൊണ്ടുവന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് അതിന് അനുമതി കൊടുക്കാതെ പരമ്പരാഗത രീതിയിലുള്ള തുളക്കൽ നടത്തി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് പലവട്ടം ഇടിഞ്ഞു പോവുകയും ആ 60 കോടി രൂപ മുതൽ മുടക്കി യന്ത്രം വാങ്ങിയത് പണിതാൽ പൂർത്തീകരിക്കേണ്ട പദ്ധതിക്ക് പിന്നെ 250-300 കോടി അധികമായി ചെലവായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സാങ്കേതിക വിദഗ്ധര്, നമ്മൾ മാത്രമല്ലല്ലോ ഈ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർ, മറ്റ് സംസ്ഥാനങ്ങളിലെ അല്ലെ മറ്റ് രാജ്യത്ത് നടക്കുന്ന ഈ ചെലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ ടണലുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഈ പദ്ധതികളൊക്കെ വല്ലാത്ത രീതിയിൽ ചെലവ് വർദ്ധിച്ച്, ഞാൻ പറഞ്ഞത് പള്ളിവാസലിലെ 268 കോടി എന്നുള്ളത് വന്നു 1000-ലധികം കോടിയുടെ ചെലവിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പല പദ്ധതികളും ഇപ്പോഴും എന്താ പറഞ്ഞ പകുതി പൂർത്തീകരിച്ചോ അല്ലെങ്കിൽ 4-5 ഇരട്ടി ചെലവുകളായി നിൽക്കുന്നത്. അപ്പം ഒരു ഇലക്ട്രിസിറ്റി ബോർഡ്, ഇതിന്റെ മന്ത്രിയും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തുകയും വിദഗ്ധരുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ, അതല്ലാതെ വൈകുന്നേരം ഒരു പത്രസമ്മേളനം നടത്തുന്നതാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയുന്നതാണ് ഒരു മന്ത്രിയുടെ ചുമതലയെങ്കിൽ പിന്നെ ഒരു മന്ത്രിയോ മന്ത്രിസഭയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ